സുഹൃത്തുക്കളും വളരെയധികം സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ ഞാൻ നിങ്ങൾക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ വന്നു നിൽക്കുകയാണ്. ഇന്ന് മാർച്ച് 28. ഇനി 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ മാസം തീർന്നു. പിന്നെ 4 ദിവസമാണ് നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 7 ദിവസം മാത്രമാണ് നമ്മുടെ അശ്വമേധത്തിൽ ഈ പാട്ട് തന്നെ 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികളാണ്. നമ്മുടെ മുമ്പിൽ ആകെ 7 രാത്രിയും പകരും. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീ CK ശ്രീധരനോട് സൂചിപ്പിച്ചു. ഞാനൊരു പാർലമെന്റ് അംഗമായി മത്സരിക്കാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം, വാത്സല്യം, സഹായം, നിങ്ങൾ എനിക്ക് നൽകിയ സഹകരണം, നിങ്ങൾ എന്നോട് കാണിച്ച സഹവർത്തിത്വം, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാനാകും. 52 വർഷത്തെ എൻ്റെ ജീവിതയാത്രയ്ക്കിടയിൽ നിങ്ങളെപ്പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സ്നേഹസമ്പന്നരായ ഒരു ജനതയെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാണ്, നിങ്ങളുടെ എല്ലാം പ്രയത്നം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിൽ ഒരംഗമാകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, പാർലമെന്റിന്റെ പടി ചവിട്ടുന്നതിന് മുമ്പ് നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിൽ ധാനിച്ച് നിങ്ങളറിയാതെ നിങ്ങളുടെ കാല് തൊട്ട് വന്ദിച്ചിട്ടാണ് ഞാൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനകത്ത് കയറിയതും സത്യപ്രതിജ്ഞ ചെയ്തതും. എൻ്റെ മനസ്സിന്റെ ക്യാൻവാസിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സ്ഥാനം നിങ്ങൾക്ക് ഓരോരുത്തരും. കാരണം ഈ മഹാഭാഗ്യം എനിക്കുണ്ടാക്കി തന്നത് നിങ്ങളാണ്. മരിക്കുന്നത് വരെ നിങ്ങളെ മറന്നോ നിങ്ങളെ വിട്ടോ എനിക്കൊന്നും ചെയ്യാനാവില്ല. അത്ര കണ്ട് അഭേദ്യമായൊരു ബന്ധം, വൈകാരികമായൊരു ബന്ധം എനിക്ക് നിങ്ങളോടുണ്ട്. 35 വർഷത്തിന് ശേഷം ഈ പാർലമെന്റ് മണ്ഡലം പിടിച്ചെടുക്കാൻ UDF മാത്രമല്ല എന്നെ സഹായിച്ചത്. ശബരിമല വിഷയം ആളിക്കത്തിച്ചപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്ത് ശബരിമലയിൽ യുവതികൾ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ശക്തമായി അതിനെ എതിർത്ത ഒരാളാണ് ഞാൻ. എന്റെ നിലപാടുകളിൽ ഇഷ്ടമുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, ഈശ്വര വിശ്വാസികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പാർലമെന്റ് അംഗമാകാൻ കഴിയുന്നത്. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യം കോൺഗ്രസ് ഭരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. നരേന്ദ്രമോദിയെ മാറ്റി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് കേരളീയർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് 19 പാർലമെന്റ് സീറ്റുകളിൽ ജനങ്ങൾ UDF-നെ തെരഞ്ഞെടുത്തത്. 20-20 വേണമെങ്കിൽ പറയാം, 20-20. ആലപ്പുഴയിൽ ഒരു ചെറിയ കയ്യബദ്ധം നമുക്ക് പറ്റി, ഇല്ലെങ്കിൽ 20-20 നമ്മൾ നേടുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹത്തിന് വിപരീതമായ കാര്യങ്ങളാണ് വടക്കേ ഇന്ത്യയിൽ സംഭവിച്ചത്. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് ജാതീയതയുടെ വിഭാഗീയത സൃഷ്ടിച്ച് ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. 6 വർഷക്കാലത്ത് മോഡിയുടെ ഭരണം ജനങ്ങളെ പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ നട്ടലെന്ന് പറയുന്ന കൃഷിക്കാരാണ്.
ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി 3 ബില്ലുകൾ ഈ രാജ്യത്തെ കൃഷിക്കാർക്കെതിരെ കൊണ്ടുവന്നു. കൃഷിക്കാരുടെ വികാരം അണപൊട്ടി ഒഴുകി. 110 ദിവസമായി നമ്മുടെ രാജ്യത്തെ അന്നദാതാക്കളായ പൊന്നു തമ്പുരാന്മാർ സമരത്തിലാണ്. 160ഓളം ആളുകൾ മരിച്ചു വീണു. പലരും ആത്മാഹൂതി ചെയ്തു. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. സമരം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ 2 വർഷക്കാലം ഇന്ത്യ ഭരിച്ച നരേന്ദ്രമോദി പാർലമെന്റ് അംഗങ്ങളുടെ വികസന ഫണ്ടുകൾ മുഴുവൻ നിർത്തലാക്കി. ഇപ്പൊ പാർലമെന്റ് അംഗങ്ങൾക്ക് എംപിയിലായിട്ട് ഫണ്ടില്ല എന്ന് വേണം പറയാൻ. 2.5 കോടി രൂപ എംപിമാർക്ക് ആദ്യം കൊടുത്തത് ഒരാവശ്യത്തിന് വേണ്ടി ചെലവാക്കാൻ പാടില്ലെന്നും അത് കോവിഡ് ഫണ്ടിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ഓക്സിജന്റെ അഭാവം ഉണ്ടായി കഴിഞ്ഞാൽ, മരണം ആസന്നമായി കഴിഞ്ഞാൽ, വെന്റിലേറ്ററിന്റെ സഹായമില്ലെങ്കിൽ മരണം ഉറപ്പാകുമെന്ന പശ്ചാത്തലത്തിൽ 60 ലക്ഷം രൂപയ്ക്ക് 5 വെന്റിലേറ്റർ വാങ്ങിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ പോകും. കോവിഡിന്റെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടണം. അതിനായിട്ട് 3 തരം ടെസ്റ്റുകളാണുള്ളത്. ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്, ട്രുനാറ്റ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ റാപ്പിഡ് PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ 2700 രൂപയാണ് കിറ്റിന്റെ ചാർജ്. അതിന് കാഞ്ഞങ്ങാട് മെഡിക്കൽ കോളേജിൽ 60 ലക്ഷം രൂപയുടെ കിറ്റ് വാങ്ങിച്ചു കൊടുത്തു ഈ കോവിഡുമായി ബന്ധപ്പെട്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 2.5 കോടി രൂപ പരിപൂർണമായി COVID-19 നീക്കി വെച്ചു. നിങ്ങൾക്കറിയാം, ഇപ്പൊ എംപിമാർക്ക് ഫണ്ടില്ലെങ്കിൽ MLA-മാർക്ക് ഫണ്ടുണ്ട്. MLA-മാരുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ 6 കോടിയാണ്. എംപിമാരുടെ ഫണ്ട് 5 കോടി, MLA-മാർക്ക് 6 കോടി. ഒരു ഫുൾ ടൈം ഒരു MLA-ക്ക് കിട്ടിയാൽ 5 കൊല്ലം 30 കോടി രൂപയുടെ വികസനം മണ്ഡലത്തിൽ കൊണ്ടുവരാം. ഒരു MP-ക്ക് 5 കൊല്ലം പൂർണ്ണമായി കിട്ടിയാൽ 25 കോടി. ഒരു MP എന്ന് പറഞ്ഞാൽ 7 MLA-മാർ ചേരുന്നതാണ്. അപ്പൊ ഒരു MLA-ക്ക് 6 കോടി കൊടുക്കുമ്പോ 7 അസംബ്ലി ചേരുന്ന ഒരു MP-ക്ക് 5 കോടി. 5 കോടി ഡിവൈഡഡ് ബൈ 7, അത് ഭാഗം വയ്ക്കുമ്പോ അതിന്റെ കണക്ക് കേട്ടാൽ ഞെട്ടും. MP-ക്ക് കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ പട്ടികവർഗക്കാർക്ക് കൊടുക്കണം. പട്ടികജാതി 37.5 പട്ടികവർഗം, പിന്നെ 15 ലക്ഷം രൂപ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ട് ആളുകൾ കൊടുക്കണം. അപ്പൊ 75 ലക്ഷം പട്ടികജാതി, 37 പട്ടികവർഗം, പിന്നെ 15 ലക്ഷം ഫിസിക്കലി ഡിസേബിൾഡ്. അപ്പൊ തന്നെ 1,25 ലക്ഷം രൂപ മാറി. ബാക്കി 3,75,00,000. അത് 7ആയി ഭാഗം വയ്ക്കുമ്പോ ഒരു MP-ക്ക് ഒരു അസംബ്ലിയിൽ കൊടുക്കാൻ പറ്റുന്നത് 50 ലക്ഷം. ഒരു MP 50 ലക്ഷം ഒരു അസംബ്ലിയിൽ കൊടുക്കുമ്പോ ഒരു MLA-ക്ക് നിങ്ങൾക്കറിയാം ഒരു മണ്ഡലത്തിൽ 6 കോടി കൊടുക്കാൻ പറ്റും. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് MLA-യും MP-യും തമ്മിൽ വികസന കാര്യം. ഇത് മാത്രമല്ല, ഗവൺമെന്റ് നമ്മുടേതാണെങ്കിൽ പിന്നെയും ഒരു MLA-ക്കും MP-ക്കും ചെലവാക്കാം. നാളെ നിങ്ങൾ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ബാലകൃഷ്ണനെ വിജയിപ്പിച്ച് അദ്ദേഹത്തെ MLA ആക്കി കേരളത്തിന്റെ ഭരണം UDF-നെ ഏൽപ്പിച്ചാൽ MP-യുടെ സ്റ്റാറ്റസ് അപ്പോഴേ മാറും. എനിക്ക് പിന്നെ MP ഫണ്ടൊന്നും ആവശ്യമില്ല. നമ്മുടെ ഗവൺമെന്റ് ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്ലാൻ ഫണ്ടിൽ ഞാൻ ആവശ്യപ്പെടുന്ന സകല പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തും. അപ്പൊ പ്ലാൻ ഫണ്ടിൽ കാസർഗോഡിന് വേണ്ടി 200-300 കോടി രൂപയുടെ പ്രോജക്റ്റ് ഞാൻ കൊടുത്താൽ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിൽ അത് അംഗീകരിക്കും. ഇടതുപക്ഷ വേണി ഗവൺമെന്റ് ആണെങ്കിൽ ഉടൻ MP കൊടുത്ത പ്രോജക്റ്റ് അവരുടെ MLA-മാരെ വിളിച്ചു പറഞ്ഞിട്ട് അവരെ കൊണ്ട് എഴുതി വാങ്ങിച്ചിട്ട് MP-യുടെ അക്കൗണ്ടിൽ വരാതിരിക്കാൻ MLA-യുടെ അക്കൗണ്ടിലാക്കി അവരത് മാറ്റും. പക്ഷേ
നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിൽ അതിൽ ഉണ്ടാവില്ല. അപ്പൊ പ്ലാൻ ഫണ്ടിൽ കോടികൾ ചെലവാക്കാം. നബാർഡ്, നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് കേരളം മുഴുവൻ വികസനത്തിന് കോടാനുകോടി രൂപ കൊടുക്കുന്നുണ്ട്. അതിലെത്ര കോടി രൂപ വേണമെങ്കിലും നമുക്ക് കാഞ്ഞങ്ങാട്ട് ഈ പുതുമയെ കൊണ്ടുവരാം. അപ്പൊ പ്ലാൻ ഫണ്ടിൽ തുക കൊണ്ടുവരാം, ഈ പറഞ്ഞ നബാർഡിന്റെ ഫണ്ട് കൊണ്ടുവരാം, പിന്നെ കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്മെന്റ് ബോർഡ് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ, റോഡ്, പാലം, സ്കൂള്, ഇതൊക്കെ വികസിപ്പിക്കാൻ എത്ര കോടി വേണമെങ്കിലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിക്കാം. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്നേഹ സന്ദേശ യാത്ര നടത്തി. അദ്ദേഹത്തിന് ഒരുപാട് നിവേദനങ്ങൾ കിട്ടി. ആ നിവേദനങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു. ഉമ്മൻചാണ്ടി അത് പഠിക്കാൻ ഒരു കമ്മീഷൻ വെച്ചു, പ്രഭാകരൻ കമ്മീഷൻ. ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു, കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും മോശപ്പെട്ട ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇല്ല, മെഡിക്കൽ കോളേജ് ഇല്ല, എയിംസ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ 11,123 കോടി രൂപ വിവിധ മേഖലകളിലാക്കി സർക്കാർ ചെലവഴിച്ചില്ലെങ്കിൽ ഈ ജില്ല മറ്റു ജില്ലകളോടൊപ്പം എത്തില്ലെന്നാണ് പ്രഭാകരൻ കമ്മീഷൻ കണ്ടെത്തിയത്. അതിൽ 2,688.66 കോടി രൂപ ആരോഗ്യ മേഖലയിൽ മാത്രം ചെലവഴിക്കണമെന്ന് പ്രഭാകരൻ കമ്മീഷൻ പറഞ്ഞു. നാളെ ഒരു സ്കൂട്ടറോ കാറോ കൂട്ടിയിടിച്ച് തലയ്ക്കൊരു ഇഞ്ചുറി പറ്റി, മാരകമായ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി, ഒരാളെ ആശുപത്രി കൊണ്ടുപോയാൽ ട്രോമാ കെയർ ഇല്ല, അപ്പോഴേ മരിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, പാരാമെഡിക്കൽ സ്റ്റാഫില്ല, നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടർമാരൊന്നും വേണ്ടത്തില്ല. ആരോഗ്യ മേഖലയ്ക്ക് 2,688.66 കോടി രൂപ നീക്കിവെക്കാൻ പറഞ്ഞു. അപ്പോ നമുക്കൊരു MLA ഉണ്ടായാൽ, നമുക്കൊരു ഗവൺമെന്റ് ഉണ്ടായാൽ പ്ലാൻ ഫണ്ടിൽ കോടികൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ നബാർഡിന്റെ ഫണ്ട് കൊണ്ടുവരാം. 3, ഈ പറയപ്പെടുന്ന കിഫ്ബിയുടെ ഫണ്ട് കൊണ്ടുവരാം. പിന്നെ കാസർഗോഡ് വികസന പാക്കേജ്. അപ്പോൾ ഒരു MLA വന്നാൽ ഈ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറും, MP-യുടെ അധികാരം കൂടും. അതോടുകൂടി നമുക്ക് ഈ MP ഫണ്ട് ഒന്നും വേണ്ട, നമുക്ക് ഈ മണ്ഡലത്തെ നാം ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കറിയാൻ കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചത് ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഭരണം വരുമ്പോൾ ഞാൻ കുണ്ടറ സ്ഥാനാർത്ഥിയാണ്. അന്ന് ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പെരുമ്പാവൂർ കൊല ചെയ്യപ്പെട്ടു. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ആ പെൺകുട്ടിയെ കൊന്നത്. ആ കൊലപാതകം ശാസ്ത്രീയമായി തെളിയിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. പക്ഷേ കേസ് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് വന്നു. സകല എവിഡൻസും കൊറോബറേറ്ററി എവിഡൻസും കളക്ട് ചെയ്തു ആ ഗവൺമെന്റ്. പക്ഷേ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുമ്പ് ഗവൺമെന്റ് പോയി. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ജിഷയുടെ പടം വന്നു. കുണ്ടറ ഞാൻ മത്സരിക്കുമ്പോൾ അവിടെയും കൊണ്ടുവച്ചു. അത് കണ്ടാൽ തോന്നുന്നു ഞാനാ ജിഷയെ കൊന്നാണ്. പെരുമ്പാവൂരിൽ ഒരു പെൺകുട്ടി വലിച്ചതിന്റെ പടം എന്തിനാ കുണ്ടറയെ കൊണ്ടുവയ്ക്കേണ്ടായിരിക്കും. പിണറായി പറഞ്ഞൊരു കാര്യം ഇന്നും നമ്മുടെ മനോമുകുരങ്ങൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുക. ഇനി ഒരു അമ്മയുടെയും തലയിണക്കടിയിൽ ഒരു വാക്കത്തി വെച്ച് കിടന്നുറങ്ങേണ്ട ഗതികേട് കേരളത്തിലുണ്ടാവില്ല. LDF വരും, എല്ലാം ശരിയാവും. ഇതായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് വാചകം. KPSC ലളിത എന്റെ സുഹൃത്താണ്. ഞാനും ലളിതയായിട്ട് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരായിരുന്നു നമ്മുടെ മദ്യത്തിനെതിരെയുള്ള അവരുടെ പ്രചരണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഞാൻ KPSC ലളിതയുടെ മകൻ ഭരതൻ അവന്റെ 2ാമത്തെ കല്യാണത്തിന് വടക്കാഞ്ചേരി പോയി. ഞാൻ പറഞ്ഞു, കാറിലെങ്ങും പുറത്തൂടെ പോകരുത്, AC-ന്റെ പോകാവൂ, ജനങ്ങൾ നിങ്ങളെ തിരക്കി നടക്കുകയാണ്, മദ്യവിമുക്ത കേരളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. മദ്യവിമുക്ത കേരളം എന്തായാലും നമ്മളാണ് ചാരായം നിരോധിച്ചത്, നമ്മളാണ് ഈ ബീവറേജിന്റെ പരസ്യമായ ലേലം നടത്തി അത് ഗവൺമെന്റിലാക്കിയത്. മദ്യം ഘട്ടം ഘട്ടമായി നിരോധിക്കണമെന്ന് നമ്മളാ പറഞ്ഞത്.
ബാറുകളുടെ എണ്ണം കുറച്ചുകൊണ്ടോ നമ്മളാണ്. പക്ഷേ മദ്യവിമുക്ത കേരളം ഉണ്ടാക്കാൻ അധികാരം ഏറ്റെടുത്തു. ഇപ്പൊ ബ്രുവറികൾ ഇങ്ങനെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു, ഡിസ്റ്റിലറികൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. കർണാടകത്തിൽ പോയി മദ്യം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതിന് പകരം ഇവിടെ തന്നെ മദ്യം ഉത്പാദിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടിയന്മാരുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റി. 72,000 കോടി രൂപയാണ് ഈ വർഷം മദ്യത്തിൽ നിന്ന് വരുമാനം. അപ്പൊ നമ്മുടെ രാജ്യത്ത് ബ്രാൻഡ് അംബാസിഡർ ഇപ്പൊ കാണുന്നില്ല, മദ്യവിമുക്ത കേരളം. ജിഷയുടെ കാര്യമെടുക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ, ഒരു അമ്മ തന്റെ തലമുണ്ടനം ചെയ്ത് കാസർഗോഡ് നിന്നൊരു യാത്ര ആരംഭിച്ചു. വാളയാറുള്ള ഒരു ദളിത് കുടുംബത്തിലെ അമ്മ, 2 പെൺകുട്ടികൾ, ഒന്നിന് 13, ഒന്നിന് 9 വയസ്സ്. ആദ്യത്തെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു, കേസന്വേഷിച്ചില്ല, മാരകമായ കുറ്റം. അവസാനം കേസ് പുറത്തു വരുമെന്ന് കണ്ടപ്പോൾ ആ കുട്ടിയെ കെട്ടി തൂക്കി ഒരു ജനലിനകത്ത്, ജനൽ കമ്പിയിലൊന്നും തൂങ്ങി മരിക്കാനാവില്ല, കൊണ്ട് കെട്ടി തൂക്കാനേ പറ്റൂ. ആ കേസ് സമഗ്രമായി അന്വേഷിച്ചിരുന്നെങ്കിൽ, കുറ്റവാളികളെ പിടിച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു പീഡനം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അവിടെ ആ കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്നുവെന്ന് കണ്ടപ്പോ 3 മാസത്തിനകം വീണ്ടും അതിന്റെ അനുജത്തി 9 വയസ്സുകാരെ മാനഭംഗപ്പെടുത്തിക്കൊണ്ട് കെട്ടിത്തൂക്കി. ഒരു അമ്മയുടെ 2 മക്കൾ. കേസ് അന്വേഷണം ഒന്നും ആയില്ല. അവസാനം അമ്മ നീതിക്ക് വേണ്ടി പോരാട്ടം ആരംഭിച്ചു. ഇപ്പൊ കേസ് CBIക്ക് വിടാൻ കോടതി പറഞ്ഞു. എന്നിട്ട് ഇതുവരെ കേസ് ഡയറി കൊടുക്കുന്നില്ല, കുറ്റപത്രത്തിന്റെ മറ്റ് തയ്യാറാക്കിയ ഒരു രേഖയും അനുബന്ധ രേഖയും കൊടുക്കുന്നില്ല. ഇപ്പോഴിന്നും കോടതി ശക്തമായി പറഞ്ഞിട്ടുണ്ട്, കേസ് അടിയന്തരമായി CBI അന്വേഷിക്കണം. ജിഷയുടെ അമ്മയുടെ രോദനമായ സ്ഥിതി പറഞ്ഞ ആളാണ് ഇപ്പൊ എന്താ സ്ഥിതി. നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാം, ഡൽഹിയിൽ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ പീനൽ കോഡ് പരിഷ്കരിച്ചത്. ഇപ്പൊ സ്ത്രീകളെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആക്രമിച്ച നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം കിട്ടില്ല. പക്ഷെ ഇവിടെ പാലത്തായി എന്ന് പറയുന്ന സ്ഥലത്ത് പോക്സോ കേസിട്ട് ഒരു അധ്യാപകനെ അറസ്റ്റ് ചെയ്യേണ്ട കേസാണ്. പക്ഷെ RSSകാരനായ അധ്യാപകനെ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടുത്തി പോക്സോ കേസ് ഇടാതെ അയാളെ ജാമ്യം കിട്ടി പോകാനുള്ള അവസ്ഥയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. മാത്രമല്ല, അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദിവാസി ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല, പട്ടിണി. അവനൊരു കടയിൽ പോയി, കടയിലെല്ലാം ബ്രെഡും ബന്നും തൂക്കിയിട്ടിരിക്കുന്നു. അവന്റെ വായിൽ വെള്ളമൂറി, ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. അവന് ബന്ന് പറിച്ചെടുത്ത് തിന്നു. അവിടുത്തെ CITUവിന്റെ യൂണിയൻകാരും അതുപോലെ തന്നെ BJPയുടെ ട്രേഡ് യൂണിയൻകാരുടെ മധു എന്ന ആദിവാസി യുവാവിനെ അവിടുത്തെ തല്ലിക്കൊന്നു. നിങ്ങൾക്കറിയാം, കടമനിട്ട എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അയാൾ ആറന്മുള MLA ആയിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അയാളുടെ ഒരു കവിതയാണ്, നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടുകൊല്ലുന്നു, നിങ്ങൾ അവരുടെ നനഞ്ഞ കണ്ണുകൾ ചൂടുന്നെടുക്കുന്നു, നിങ്ങൾ അവരുടെ കുഴിമാടം കുളം തൂണ്ടുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായത്. എത്ര മനോഹരമായ കവിതയാണ്. പിണറായി വിജയൻ ഓർക്കണം എങ്ങനെയാണ് അങ്ങനെ കസേര വന്നിരിക്കുന്നത്. ഇനിയിപ്പോ 7 ദിവസം ഞാൻ നിങ്ങൾക്ക് പറയാം, കേരളത്തിൽ എത്ര വിഷു വന്നു, എത്ര ഈസ്റ്റർ വന്നു, എന്തെല്ലാം വിശേഷങ്ങൾ കേരളത്തിൽ വന്നു. COVID-19 എടുക്കാം, അതൊരു മഹാമാരിയാണ്. നമ്മൾ കൊച്ചു കൊച്ചു മാരികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കൊതുകിൽ നിന്നൊരു വൈറസ് ഡെങ്കിപ്പനി, പന്നിയിൽ നിന്നൊരു വൈറസ് പന്നിപ്പനി, നിപ്പ ഒരു വൈറസ്. മഹാമാരികൾ എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെ ആക്രമിക്കുന്ന പാൻഡമിക് ഡിസീസിനെയാണ്, പകർച്ചവ്യാധികളാണ് മഹാമാരി. മാരി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പകർച്ചവ്യാധി. ഡെങ്കിപ്പനിയും പന്നിപ്പനിയും നിപ്പയും ഒക്കെ ഇന്ത്യക്കകത്ത് മാത്രം. ലോകരാഷ്ട്രങ്ങളെ ആക്രമിച്ച ഒരു മഹാമാരിയാണ് കോളറ. പല ആവർത്തി വന്നു, ഒരുപാട് പേരെ കൊന്നൊടുക്കി. വസൂരി 80 കോടി ആളുകളെ ലോകത്ത് കൊന്ന ഒരു മഹാമാരി. ടൈഫോയിഡ് ഒരു മഹാമാരി, എബോള ഒരു മഹാമാരി. ഈ അടുത്ത കാലത്ത് 2 മഹാമാരി വന്നു, എയ്ഡ്സ്, പിന്നൊന്ന് H1N1.
ഇതൊക്കെ മഹാമാരികളാണ്. ഇപ്പോഴൊരു മഹാമാരി വന്നപ്പോഴാണ് നമ്മൾ നേരിട്ട് മഹാമാരി എന്താണെന്ന് അനുഭവിച്ചത്. നൊവേൽ കൊറോണ അല്ലെങ്കിൽ കോവിഡ്. വാക്സിൻ കണ്ടുപിടിച്ചു. ഇത് ഭയപ്പെട്ട നമുക്കറിയാം, ഈ കോവിഡ്-19 ആ വൈറസ് ചൈനയിൽ നിന്ന് വന്നു. തിരക്കിട്ട് വൈറസ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായ അമേരിക്ക, അവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഈ മരുന്നിന്റെ ഗവേഷണം ആരംഭിച്ചത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനികളൊന്നാണ് അസ്ട്രാസെനേക്ക. അവരാണ് പണം ചെലവാക്കി ഇതിന്റെ ഗവേഷണം ആരംഭിച്ചത്. അങ്ങനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന ഒരു വാക്സിൻ കണ്ടുപിടിച്ചു. നമ്മുടെ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ആ കണ്ടുപിടിച്ച ഓക്സ്ഫോർഡ് വാക്സിൻ ലോകത്തെ 10 രാജ്യങ്ങളിൽ നിരോധിച്ചിരിക്കുകയാണ്. ഇത് കുത്തിവെച്ചവർക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്തു, സൈഡ് എഫക്ട് വന്നു. ഇന്ത്യയിലെ ICMR, ഇന്ത്യയിലെ നിങ്ങൾക്കറിയാം ഭാരത് ബയോടെക്, ഈ പറഞ്ഞ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു വാക്സിൻ, അതും ഫലപ്രദമല്ല. സോവിയറ്റ് യൂണിയൻ കണ്ടുപിടിച്ചു ഒരു വാക്സിൻ, സ്പുട്നിക് 5, അതും വിശ്വസിക്കാനാവുന്നില്ല. പക്ഷേ ഈ മഹാമാരി വന്നപ്പോൾ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. കൊട്ടാരം മുതൽ കുടിൽ വരെ നിശ്ചലമായി. കോടീശ്വരനത്ത് കോടി തോർത്തിന് വകയില്ലാത്തവർ പട്ടിണിയില്ല. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായോ? വെള്ളപ്പൊക്കം നമ്മൾ കണ്ടിട്ടുണ്ട്, വരൾച്ച നമ്മൾ കണ്ടിട്ടുണ്ട്, ഉരുൾപൊട്ടൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മഹാമാരി വന്ന കേന്ദ്ര ഗവൺമെന്റ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഷെഡിലായി. ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഒരാൾ വിരുന്ന് പോകുന്നു, രാത്രി മടങ്ങി വരാൻ തീരുമാനിക്കുന്നു, 5 മണിക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നു, പിന്നെ മടങ്ങണ്ട എന്ന് ഗവൺമെന്റ് പറയുന്നു. എവിടെയാണോ അവിടെ പുറത്തിറങ്ങാൻ പാടില്ല. ഡബിൾ ലോ, ട്രിപ്പിൾ ലോ. ആലോചിച്ച് നോക്കിയ ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മുടെ വീട്ടിലുള്ള ആഹാരം തീർന്നു, കയ്യിലുള്ള പണം തീർന്നു, എങ്ങനെ നമ്മൾ ജീവിക്കും? ഒരു കാലത്ത് അമേരിക്കയിൽ നിന്ന് PL 480 പ്രകാരം പച്ചപ്പച്ചരി കൊണ്ടുവന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ മാറി. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ന് ബഫർ സ്റ്റോക്കായി ഗോഡൌണുകളിൽ ഭക്ഷ്യധാന്യം കെട്ടിക്കിടക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. കുട്ടനാട്ടുകാരൻ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, പേര് നിങ്ങൾക്കറിയാം, സ്വാമിനാഥൻ. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നത്, ഹരിത വിപ്ലവം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. നിങ്ങളൊക്കെ എനിക്ക് നൽകിയ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇന്ന് കേന്ദ്ര പാർലമെന്റിൽ 2 കമ്മിറ്റികളുണ്ട്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ മുഴുവൻ FCI ഗോഡൌണുകളും ഞങ്ങളുടെ കീഴിലാണ്. അതുപോലെ തന്നെ ഈ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഞങ്ങളുടെ കീഴിലാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ടൂർ പോയപ്പോഴാണ് അറിയുന്നത്, ഗോഡൌണുകളിൽ അരിയും ഗോതമ്പും പയറും പൾസസും കിടന്ന് എലി തിന്ന് പുഴുവരിക്കുന്നു. എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, ഇതൊന്ന് ഒഴിച്ചു തന്നാൽ പുതിയ സ്റ്റോക്ക് ഞങ്ങൾക്ക് കരുതലാക്കി വെക്കാം. ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഇതൊന്നും ഒഴിച്ചിടാൻ പറ്റാത്ത രീതിയിൽ കെട്ടിക്കിടക്കുക. എന്നിട്ട് ഈ മഹാമാരി വന്നപ്പോൾ 35 കിലോ അരിയാണ് നമുക്ക് തന്നത്. മറ്റു നാട്ടുകാർക്ക് 5 കിലോ അരി. ഇത് കൊടുക്കുന്ന കണ്ടാത്തൊന്നും പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ വസ്തു വിറ്റ് കിട്ടിയ കാശിൽ നിന്നാണ് ഈ അരി വാങ്ങിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ പരാജയം പിണറായി വിജയന്റെ ഒന്ന് ആലോചിച്ച് നോക്കി. കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഈ ഗോഡൌണുകൾ ശൂന്യമാക്കാൻ എല്ലാ സ്റ്റേറ്റിലും കൊടുക്കുക. കൊടുത്തിട്ടും തീരുന്നില്ല. ഈ കഴിഞ്ഞ 3-4 വർഷത്തെ സ്റ്റോക്ക് എടുത്ത് ഗോഡൌണ് വെക്കാൻ പറ്റുന്നില്ല. അകത്ത് കിടക്കുന്ന ശൂന്യമാക്കണ്ടേ? ഈ 35 കിലോ 5 കിലോ അരി മാറ്റിവെക്കുക, കിറ്റുകൾ മാറ്റിവെക്കുക. നമ്മുടെ ഈ കാസർഗോഡ് ക്യാൻസർ രോഗമുള്ള എത്രയോ ആളുകളുണ്ട്, ഹാർട്ടിന്റെ അസുഖമുള്ള എത്രയോ പേരുണ്ട്, കിഡ്നിക്ക് തകരാറ് വന്നവർ എത്രയോ പേരുണ്ട്, ഡയബറ്റിക് പേഷ്യന്റ് ഡയാലിസിസ് പെർമനന്റ് ആയി നടത്തേണ്ട എത്ര പേരുണ്ട്. മാരകമായ രോഗമുള്ളവരെ ചികിത്സിക്കണമെങ്കിൽ ആശുപത്രി വേണം. ആശുപത്രി പോണേ പോലീസിന്റെ പെർമിഷൻ വേണം, കയ്യിൽ പണം വേണം.
വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലീസ് സമ്മതിക്കുന്നില്ല, ആശുപത്രി കയറ്റുന്നില്ല, അതുപോലെ കയ്യിൽ പണമില്ല. അരി മാത്രം മതിയോ? കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം വേണം, പോഷകാഹാരത്തിന് പാല് വേണം, മുട്ട വേണം, ബിസ്ക്കറ്റ് വേണം. ഈ 35 കിലോ അരിയും 750 എന്ന് പറഞ്ഞിട്ട് 550 രൂപയുടെ കിറ്റും അല്ലാതെ എന്താ കൊടുത്തത്? ഇത് ആരാ കൊടുത്തത്? അതാണ് പ്രശ്നം. കേരള ഗവൺമെന്റ് ഒരു സൈറ്റ് ഉണ്ടാക്കി. അത് kerala.government.sannadham.in. ഇത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നവരെ ഞങ്ങൾ ട്രെയിൻ ചെയ്യും. അവർക്ക് സാനിറ്റൈസർ കൊടുക്കും, അവർക്ക് മാസ്ക് കൊടുക്കും, അവർക്ക് ഗ്ലൗസ് കൊടുക്കും. എങ്ങനെയാണ് ഒരു വീട്ടിൽ ചെന്ന ആളുകളോട് പെരുമാറേണ്ടതെന്ന് അവരെ പഠിപ്പിക്കും. നമുക്കറിയാം, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ലീഗ് എല്ലാവരും ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. കണ്ണൂർ കളക്ടറും ഞാനുമായിട്ട് അടിയൊഴിച്ചെല്ലാം നടന്നു. പയ്യന്നൂർ ആകെ 200 പേര് സെലക്ട് ചെയ്തു. അതിൽ 190 പേര് മാർക്സിസ്റ്റുകാര്, 10 UDF. കളക്ടർ ചെയ്യാൻ പറഞ്ഞു, പേര് ഞാൻ വായിച്ചു, കളക്ടർ സമ്മതിച്ചു. 190 10. ഞാൻ പറഞ്ഞ മാറ്റാൻ പറഞ്ഞു. കളക്ടർ സാർ ഞാനല്ല, ഇത് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞതാ. അപ്പൊ സേവനം നടത്താൻ സന്നദ്ധരായ കോൺഗ്രസുകാർക്ക് സേവനത്തിന് അവസരമില്ല, ലീഗിനില്ല. ഡിവൈഎഫ്ഐക്കാരും മാർക്സിസ്റ്റുകാരും ഈ അരിയും കിറ്റുകളും കൊണ്ടു കൊടുക്കുമ്പോ ജനം ധരിച്ചു വെച്ചേക്കുന്ന ഇത് കമലയുടെ 10 വിറ്റ കാശാണ് പിണറായിയെ കൊടുത്തു കൊടുക്കുന്നത്. ഭാവം അതായിരുന്നു. ഒരൊറ്റ ആളെ അടുപ്പിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെല്ലാം പീഡനമാണ് നമ്മൾ സഹിച്ചത്, എന്തെല്ലാം പീഡനം സഹിച്ചു. കോവിഡ് വന്ന് ഒരാൾ മരിച്ചു ഈ കാസർഗോഡ്, 17 പേർ മരിച്ചു. കാസർഗോഡിന്റെ അതിർത്തി തലപ്പാടി അടച്ചു, കർണാടകം. ഞാനാണ് ആദ്യം സുപ്രീം കോടതി കേസ് പോയത്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, കർണാടകം അടയ്ക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പേ നമ്മുടെ അതിർത്തി അടച്ചു. 1897 എപ്പിഡമിക് ആക്ട്, അതാണ് പകർച്ചവ്യാധികൾ തടയാനുള്ള ഏക നിയമം. ആ നിയമത്തിന്റെ മറപിടിച്ച് ഒരു ഓർഡിനൻസ് പാസാക്കി കേരളം. മാർച്ച് 27 കണ്ണൂർ ജില്ലയിലേക്കുള്ള കാസർഗോഡിന്റെ അതിർത്തി അടച്ചു. പിന്നെ ഒരാൾക്ക് കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് കണ്ണൂർ പോകാൻ പറ്റില്ല, കണ്ണൂരിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പറ്റില്ല. മാർച്ച് 27-ാം തീയതി കേരളത്തിന്റെ എല്ലാ അതിർത്തിയും കേരള ഗവൺമെന്റ് അടച്ചു. മാർച്ച് 28-ന് തലപ്പാടി അവരടച്ചു. കേരളത്തിന്റെ 14 ജില്ലാ അതിർത്തിയും അടച്ച കേരള ഗവൺമെന്റ് കർണാടകം അവരുടെ അതിർത്തി അടച്ചപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തു. സുപ്രീം കോടതി ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളാണ് ആദ്യം അടച്ചത്, ഒരാളെ പുറത്തുവിട്ടുണ്ടായിരിക്കാൻ. കാസർഗോഡ് കളക്ടർ എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തു, എന്തെല്ലാം ദ്രോഹം. എൻഡോസൾഫാന്റെ ഇരകൾ മാത്രമല്ല, 1 ലക്ഷത്തോളം മലയാളികൾ കാസർഗോഡ് മാത്രമുണ്ട് വിദേശത്ത്. ഇവര് വിളിച്ചു പറഞ്ഞു, ഒരൊറ്റ പ്രവാസിയുടെ ജീവൻ പോലും മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഒരു പ്രവാസിയുടെ ജീവൻ രക്ഷിക്കാൻ ഇവർ എന്ത് ചെയ്തു? ഒരു വിമാനം എന്തെങ്കിലും ഒന്ന് ചെയ്തോ? വിദേശത്ത് നിന്ന് വരുന്ന മലയാളികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്ന് പറഞ്ഞു. 16,000 മുറി ബുക്ക് ചെയ്തു, ഒരു മുറി ബുക്ക് ചെയ്തില്ല. അവസാനം KMCC, ഇന്ത്യ ഗവൺമെന്റ് വന്ദേ ഭാരത് മിഷൻ വിമാനം ഇട്ടപ്പോ പിന്നെ വരാതിരിക്കാൻ, വിമാനത്തിൽ കയറണമെങ്കിൽ കോവിഡ് പരിശോധിച്ച് നെഗറ്റീവ് ടെസ്റ്റ് വേണം. കോവിഡ് പരിശോധിക്കണമെങ്കിൽ അവിടെ 12,000 രൂപ വേണം. പാഷാണം വാങ്ങിച്ച് തിന്നാൻ കാശില്ലാത്ത ആളുകൾ ആരെങ്കിലും ടിക്കറ്റ് എടുത്തു കൊടുത്ത് നാട്ടിലേക്ക് വിടാൻ പോയപ്പോ വിമാനത്തിൽ കയറ്റാൻ സമ്മതിച്ചില്ല. കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഒരുത്തരും വരണ്ട. ഇന്ന് നമ്മളിവിടെ ജീവിക്കുന്നത്, നിലനിൽക്കുന്നത് പ്രവാസ ലോകത്തിന്റെ സഹായം കൊണ്ടാണ്. വാരിക്കോരി തന്നിട്ടില്ലേ? ഈ പ്രദേശത്ത് ഒരു ഗൾഫുകാരൻ വരുമ്പോ 2 ബ്ലേഡ് തരും, ഒരു പെർഫ്യൂം തരും. നമുക്ക് പരമ ഉത്സവമാണ്. പക്ഷെ ഈ 2 ബ്ലേഡിന്റെ പിന്നിൽ, ഈ പെർഫ്യൂമിന്റെ പിന്നിൽ അവൻ അവിടെ അനുഭവിക്കുന്ന യാതനകൾ, വേദനകൾ, ത്യാഗം നമ്മൾ ആരും മനസ്സിലാക്കില്ല. വാരിക്കോരി തന്നു നമ്മുടെ പ്രവാസി ലോകം. നമുക്ക് തിരിച്ചൊന്നും ചോദിച്ചില്ല. ഈ മഹാമാരി വന്നപ്പോ അവര് നമ്മളോട് ആകെ ചോദിച്ചത്, 6 അടി മണ്ണിൽ കിടന്ന് മരിക്കാൻ ഞങ്ങളെ അനുവദിക്കണം, ജന്മനാട്ടിലേക്ക് മടങ്ങി വരണം, ഉമ്മയും ഭാര്യയും അല്ലെങ്കിൽ അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് അവരുടെ മുമ്പിൽ കിടന്ന് കണ്ണടയ്ക്കണം, മരിക്കുന്നെങ്കിൽ ഇവിടം. 6 അടി മണ്ണിന്റെ ജന്മിമാരവർ. ഈ ഗവൺമെന്റ് അനുവദിച്ചില്ല. പ്രവാസി ലോകത്തെ മാത്രമല്ല
അന്യ സംസ്ഥാന മലയാളികളെ അനുവദിച്ച് ഇങ്ങോട്ട് വരാൻ. കർണാടകത്തിൽ വരുന്നവർക്ക് കോവിഡ്, മലയാളി കേട്ടില്ല. പിണറായി വിജയന് ശ്രീധരൻ കിട്ടിയ വകയാണോ ഈ കേരളം? കർണാടകത്തിൽ ഇവിടുന്ന് പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടുംബം പോറ്റാൻ പോയവൻ ഒരു മഹാവ്യാധി വന്നപ്പോ അവന്റെ ജന്മനാട്ടിൽ വരുത്തില്ലെന്ന് പറഞ്ഞാൽ അവനെ കേട്ടത്തില്ലെന്ന് പറഞ്ഞാ ഇയാൾക്ക് എന്തവകാശം? പൂന, മഹാരാഷ്ട്ര, ഡൽഹി ഒരു മലയാളിയുടെ ജീവൻ പോലും മരണത്തിന് കൊടുക്കില്ലെന്ന് പറഞ്ഞ ഒരു തീവണ്ടി, ഒരു ബസ്, ഒരു കാറ്, പണം പിരിച്ചൊരു കാറ് പിടിച്ച് ബോംബെയിൽ നിന്ന് വന്നവരെ അടിച്ചോടിച്ചു. ഇങ്ങോട്ട് വരണ്ട. അപ്പൊ നമ്മള് ഒരു ദ്വീപാക്കി മാറ്റി കേരളത്തെ മുഖ്യമന്ത്രി. അപ്പൊ കോവിഡ് മഹാമാരി വന്നു. ഈ ജനങ്ങളെ ഇത്ര ഉപദ്രവിച്ചൊരു ഗവൺമെന്റ് ഇല്ല. പിന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ അഴിമതി കാണിച്ചില്ല. മഹാമാരിയുടെ മറവിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് കേൾക്കുമ്പോ നല്ലൊരു പദം. എന്താണ് ഡിപ്ലോമാറ്റിക് ബാഗേജ്? ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് പറഞ്ഞാൽ നയതന്ത്ര സുരക്ഷയുള്ള ഒരു ബാഗേജാണ്, നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ആ ബാഗേജിൽ ഒരു സാധനം വന്നാൽ ഏത് രാജ്യത്തെ ഏത് സംസ്ഥാനത്തിലേക്ക് വരുന്നോ അവിടുത്തെ ഗവൺമെന്റ് പ്രോട്ടോകോൾ ഓഫീസർ പോയി ഒപ്പിട്ട് കൊടുത്ത് വേണം ആ സാധനം വാങ്ങാൻ. വഴിയിൽ ഒരിടത്തും അത് തുറക്കാൻ ആർക്കും അവകാശമില്ല, തുറന്നു നോക്കാൻ പറ്റില്ല. അപ്പൊ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഒരു സാധനം കയറ്റി വിട്ടാൽ ഇവിടെ വരുന്നവരെ സുരക്ഷിതമാണ്, ഒറ്റ ഒരുത്തം തുറത്തില്ല. ഈ ഗവൺമെന്റിനോട് ഞാൻ ചോദിക്കുന്നു, ആ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ നിങ്ങൾ സ്വർണം കടത്തി, നിങ്ങൾ ഡോളർ കടത്തി, ഈന്തപ്പഴം പൊളിച്ച് അതിനകത്ത് സ്വർണം ഉരുട്ടി കുരുവാക്കി വെച്ച് അത് ഈന്തപ്പഴം കടത്തി. ഖുർആൻ മഹത്തായ ഒരു ഗ്രന്ഥമാണ്. നിങ്ങൾക്കൊരു 10,000 ഖുർആൻ വേണമെങ്കിൽ കാർഗോയിൽ അയക്കാം, കണ്ടെയ്നറിൽ അയക്കാം. ഖുർആൻ തുറന്നു നോക്കാത്ത ഡിപ്ലോമാറ്റിക് ബാഗേജിൽ എന്തിനാ അയക്കുന്നത്? ഈ തുറന്നു നോക്കി ഖുർആൻ എന്ന് അറിഞ്ഞാൽ ഇത് അവരൊരു തൂക്കിക്കൊള്ളു. അപ്പൊ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ ചരിത്രത്തിൽ ആദ്യമായി കള്ളക്കടത്ത് നടത്തി. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി പിടിച്ചപ്പോഴാണ് അറിയുന്നത് ഇതൊരു ശൃംഖലയാണ്. സ്വപ്ന സുരേഷ്, അവര് 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. അവർക്ക് ബികോമിന്റെ ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റി നോക്കി? ബാബാ സാഹേബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ബോംബെ. എന്താ ഡിഗ്രി? ബികോം. അവിടെ വിളിച്ചപ്പോ അവിടെ BA ഇല്ല, BSc ഇല്ല, ബികോം ഇല്ല, MA ഇല്ല, MSc ഇല്ല, MCom ഇല്ല. അതൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ BBA, MBA, എഞ്ചിനീയറിംഗ് മാത്രം. അവിടുന്ന് ഒരു ഡിഗ്രി എങ്ങനെയാ വ്യാജമായി കിട്ടിയത്? സ്വപ്ന ഒരു സർട്ടിഫിക്കറ്റ് അടിച്ച് അവര് തന്നെ ഒപ്പിട്ട് അവര് തന്നെ സീലുണ്ടാക്കി അവര് തന്നെ അവരുടെ പേരിലാക്കി. 3,75,000 രൂപ ശമ്പളം സ്പേസ് പാർക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവസാനം അറിയുന്ന മുഖ്യമന്ത്രിയാണ് ഇതിന്റെ നേതാവ്. സ്വപ്ന സുരേഷ് കൊടുത്ത 164 മൊഴി. ആ മൊഴിക്കകത്ത് വക്കീൽ ഇവിടെ ഉണ്ടല്ലോ, എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട് തെളിവ് മൂല്യമുള്ളതാണ് 164. മജിസ്ട്രേറ്റ് പറഞ്ഞു, സ്വപ്ന മൊഴി വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് ബോധക്കേട് വന്നു. ഇപ്പോഴാ ബോധക്കേടിന്റെ കാര്യം അറിഞ്ഞത്. എന്താ ബോധക്കേട് വരാൻ കാര്യം? കള്ളക്കടത്ത് നടത്താൻ എന്നെ ഉപയോഗിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, സ്പീക്കറാണ്, 3 മന്ത്രിമാരാണ്. ഞാൻ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം, മുഖ്യമന്ത്രിയുടെ ഒരു ആയുധം, ഒരു ഉപകരണം. കേട്ടിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്ന് ഒരാൾ കള്ളക്കടത്ത് നടത്തുക? സ്വർണം, ഡോളർ, ഈന്തപ്പഴം, ഖുർആൻ, ലൈഫ്. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പരിപാടിയായി ഇന്ദിരാഗാന്ധിയുടെ കാലത്തുകൊണ്ട്. അന്ന് ഇതിന്റെ പേര് ഇന്ദിര ആവാസ് യോജന. ഇന്ദിരയുടെ പേര് കേൾക്കുമ്പോൾ നരേന്ദ്രമോദി കലിയിളവും. അയാളുടെ പേര് മാറ്റി പ്രധാനമന്ത്രി ആവാസ് യോജന. ഇപ്പൊ അതിന്റെ പേര് ലൈഫ്. ഞങ്ങളുടെ പദ്ധതിയാണ് അയാൾ പറയുന്നത്. ഞാൻ ലൈഫിനെ കുറിച്ച് ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു വീട് വെക്കാൻ ലൈഫിൽ കൊടുക്കുന്ന 4 ലക്ഷം ഷെയറിങ്ങിനെ, അതിൽ ജില്ലാ പഞ്ചായത്ത് കൊടുക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് ചോദിച്ചാൽ പറയും, ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം 4,08,000 രൂപ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം 1,12,000. ഗ്രാമപഞ്ചായത്ത് 70,000.
കേന്ദ്ര ഗവൺമെന്റ് 72,000, കേരള ഗവൺമെന്റ് 48,000. 48,000 രൂപ കൊടുക്കുന്ന കേരളം പറയുന്നത് ഞങ്ങളുടെ പദ്ധതിയാണ്. നിങ്ങൾക്കൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാം. അതിലൊരു 8 മമ്മൂഞ്ഞുണ്ട്. നാട്ടിൽ ഏത് സ്ത്രീ ഗർഭിണിയായാലും മമ്മൂഞ്ഞ് പറയുക ഞമ്മന്റെ കുറ്റാണ്. അവസാനം മനക്കല് പാർവതിക്ക് ഗർഭം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോഴും മമ്മൂഞ്ഞ് പറഞ്ഞു അത് ഞമ്മന്റെതാ. അപ്പോഴാ ചായക്കടക്കാരൻ പറഞ്ഞത് മനക്കലെ പാർവതി ഒരു പിടിയാനയാണ്, എങ്കിലും ഞമ്മന്റെ 48,000 രൂപ കൊടുക്കുന്ന കേരള ഗവൺമെന്റ് പ്രോജക്ട് എങ്ങനെയാണ് ലൈഫാകുന്നത്? ഇത് കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംയുക്ത പ്രോജക്ട്. അത് 48,000 കേരളത്തിന്. പക്ഷെ ചെയർമാൻ ആരാ? ലൈഫിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ലൈഫിന് 20 കോടി രൂപ റെഡ് ക്രസന്റ് കൊടുത്തത്. 5 മിനിറ്റ് കൊണ്ട് കാശ് സ്വപ്നയുടെ കയ്യിലെത്തി. 4.5 കോടി രൂപ അടിച്ചു മാറ്റി. അത് യുണിറ്റാക്കിന് കൊടുത്തു. ആ 4.5 കോടി രൂപ കൈക്കൂലി കിട്ടിയതിന്റെ പാരിതോഷികമായി 5 മൊബൈൽ ഫോൺ കൊടുത്തു. ഒരു ഫോണിന് 1,15,000. ആ ഫോൺ ഒരെണ്ണം വാങ്ങിച്ചത് രമേശ് ചെന്നിത്തലയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാത്രി കോടിയേരി ബാലകൃഷ്ണൻ കിടന്നുറങ്ങുമ്പോ തൊട്ടടുത്ത് കിടന്ന വിനോദിനിയുടെ തലയുടെ കയ്യിൽ ഒരു ബെല്ലടി കേട്ടു. അത് പിടിച്ചപ്പോ രമേശിന്റെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞ ഫോൺ വിനോദിന്റെ കയ്യിൽ. 2 പ്രാവശ്യം ഈടി വിളിച്ചു വിനോദിനിയെ, ഇതുവരെ പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെയൊക്കെ വിളിച്ചാൽ ഇപ്പൊ ആരും പോകുന്നില്ല. ശിവശങ്കരനെ വിളിച്ചു ചോദ്യം ചെയ്യാൻ ഈടി. ആദ്യം കാർഡിയോളജി പ്രോബ്ലം, പിന്നെ അത് കഴിഞ്ഞപ്പോ നെഫ്രോളജി കിഡ്നിക്ക് കുഴപ്പം, പിന്നെ പറഞ്ഞു ന്യൂറോളജി ഞരമ്പ്. ഞാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ വിളിച്ചു. അയാൾക്ക് ഒരു കാർഡിയോളജി പ്രോബ്ലം ഇല്ല, ഹൃദയത്തിനൊരു കുഴപ്പമില്ല, കിഡ്നിക്ക് യാതൊരു തകരാറുമില്ല, നെഫ്രോളജി പ്രോബ്ലം ഇല്ല, ന്യൂറോളജി പ്രോബ്ലം ഇല്ല. പക്ഷെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് ഞരമ്പ് അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി അയാളെ പരിശോധിക്കാൻ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് ബാക്കിയുള്ളൂ. ഇയാൾക്ക് ഗർഭമുണ്ടോ എന്നുള്ള ബാക്കി എല്ലാ ടെസ്റ്റും പരിശോധിച്ചു. അപ്പൊ ഒരാളെ വിളിക്കുക പോവില്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലൈഫിൽ അഴിമതി, K4 അഴിമതി, അതുപോലെ കിഫ്ബിയിൽ അഴിമതി, എല്ലാവരും. ഇപ്പൊ എന്താ സംഭവം? ഈ ഗവൺമെന്റിന് തുടർ ഭരണം കാഴ്ചവെക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ലെന്ന് വന്നപ്പോ തമിഴ്നാട്ടിലെ പോലെ കിറ്റ് കൊടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്നത് രണ്ടാമത്തെ ആഴ്ചയാണ്. മാർച്ച് തീർന്നു, ഏപ്രിലിൽ പെൻഷൻ കൊടുക്കേണ്ടത് ഏപ്രിൽ 2ാം ആഴ്ച, ഏപ്രിൽ 14 കൊടുക്കേണ്ട ഏപ്രിലിലെ പെൻഷനും മെയ്യിലെ പെൻഷനും കൊടുക്കും. 7 മാസമായി കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ കിറ്റ് കൊടുക്കുന്നില്ല. 7 മാസം പൂർത്തിവെച്ചു, ഒറ്റയടിക്കിപ്പോ കിറ്റ് കൊടുക്കുന്നു. ഇതിനു മുമ്പ് ഈസ്റ്റർ വന്നു, വിഷു വന്നു, അന്നൊന്നും കൊടുക്കാത്ത അരി ഇപ്പൊ കൊടുക്കുക. 3 മാസത്തെ കൊടുക്കുക. 6-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു കിൻഡൽ അരി വെച്ച് കൊടുത്തോട്ടെ, നമുക്ക് വിരോധമില്ല. കിറ്റുകൾ 7 മാസത്തെ അല്ല 70 മാസത്തെ ഒരുമിച്ച് കൊടുത്തോട്ടെ. നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, ഒരു നിയമമുണ്ട്, ചട്ടങ്ങളുണ്ട്, കീഴ്വഴക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയില്ല, ആരുമില്ല. ഇത് കെയർടേക്കറാണ്. നയപരമായ തീരുമാനമെടുക്കാനോ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാനോ ഒരു മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും ഒരു ഗവൺമെന്റിനും അധികാരമില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ നഗ്നമായ ലംഘനം. ഇന്നലെ ഏഷ്യാനെറ്റിൽ ഞാൻ ചർച്ചയ്ക്ക് പോയി സുജാത പറഞ്ഞു, ഞങ്ങള് പട്ടിക്ക് ചോറ് കൊടുക്കുന്നു, കുരങ്ങിന് ചോറ് കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ലോകത്ത് കാണാൻ പറ്റില്ല. നീ ചർച്ച പിടിച്ചത് കുരങ്ങിന് കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ, പട്ടിക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. ഇന്ന് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനെ കുറിച്ചാണ് ചർച്ച. അതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അത് പിന്നെ പറയാം. ഞങ്ങൾ കുരങ്ങിന് തിരിച്ചു കൊടുത്തു, പട്ടിക്ക് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കേ, എങ്ങനെയാ തുടർഭരണം? രമേശ് ചെന്നിത്തല ഓരോന്ന് കണ്ടുപിടിച്ചു. ഡബിളിങ് എത്രയാ വോട്ട്, ട്രിപ്പിളിങ് എത്രയാ? ഒരേ ആളിന് ഒരേ ബൂത്തിൽ 5 വോട്ട്. ഒരു വോട്ട് യഥാർത്ഥ വോട്ടർ വാങ്ങിച്ചു, ബാക്കി 5 എണ്ണം ആര് വാങ്ങിച്ചെന്ന് ആർക്കും അറിയില്ല. പിന്നെ ഒരാൾക്ക് 5 ബൂത്തിൽ 5 വോട്ട്. ഇവിടെ വോട്ട് ചെയ്യുക, മഷി വായിക്കുക, അടുത്തേക്ക് ചെയ്യുക, മഷി വായിക്കുക, അടുത്തേക്ക് ചെയ്യുക, മഷി വായിക്കുക. തുടർ ഭരണം വരുമെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ എല്ലാം പിടിച്ചു, കള്ളവോട്ടെല്ലാം പിടിച്ചു. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വോട്ടർ പട്ടിക പുതുക്കിയിട്ടേ ഇനി തെരഞ്ഞെടുപ്പ് നടക്കൂ. ഈ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കൂ. പക്ഷേ അന്തിമമായ വോട്ടർ പട്ടിക പ്രിസൈഡിംഗ് ഓഫീസർ കയ്യിൽ എത്തുമ്പോൾ ഡബിളിംഗ് ഉണ്ടാവില്ല, ട്രിപ്പിളിംഗ് ഉണ്ടാവില്ല. കള്ളവോട്ട് ചെയ്യാൻ 5-6 ബൂത്തുകളിൽ വോട്ട് ചെയ്ത് നടക്കില്ല. അതെല്ലാം ഡൽഹിയിൽ നിന്ന് ഒരു മറ്റു ഉദ്യോഗസ്ഥന്മാർ വന്ന് തിരുവനന്തപുരത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയമായി. അപ്പൊ തുടർ ഭരണം ഏതാണ്ട് അവതാളത്തിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു ഗവൺമെന്റ് ഇവിടെ വരണം. അത് പെരിയ ബാലകൃഷ്ണനൊന്നും അല്ല വിഷയം. ഇപ്പൊ നമ്മുടെ കയ്യിൽ 21 MLA-മാരുണ്ട് കോൺഗ്രസിന്, ലീഗിന് 18. അപ്പൊ നമ്മുടെ സ്ഥിതി എത്രയാ? അപ്പൊ നമുക്കിനി അധികാരത്തിൽ വരണമെങ്കിൽ 71 MLA-മാർ വേണം. മൊത്തം 140 അസംബ്ലി, 71 MLA-മാർ ജയിച്ചാൽ 70 ഒരാൾ സ്പീക്കറായി പോയാൽ 71 പോലെ 72 വേണം. സ്പീക്കർക്ക് വോട്ടുണ്ട്, കാസ്റ്റിംഗ് വോട്ടാണ്. കാസ്റ്റിംഗ് വോട്ടിൽ ഭരിക്കേണ്ട കാര്യമുണ്ടോ? ഭൂരിപക്ഷം അധികമായാൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കേരളം ഭരിക്കണമെങ്കിൽ ഏറ്റവും മിനിമം 72 സീറ്റ് വേണം. 21 സീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഒരെണ്ണം തൂക്കാൻ പാടില്ല, 21 നിലനിർത്തണം. ലീഗിന്റെ കയ്യിൽ 18, ഒരെണ്ണം തൂക്കാൻ പാടില്ല, 18 നിലനിൽക്കണം. 30 സീറ്റ് നമ്മൾ പിടിച്ചെടുക്കണം. ഈ 30 സീറ്റ് പിടിച്ചെടുക്കാൻ ഒരുപാടില്ല. കാരണം കഴിഞ്ഞ തവണ നമ്മുടെ കയ്യിലുള്ള സീറ്റാണ്, നമ്മുടെ കുഴപ്പം കൊണ്ട് അപ്പുറത്ത് പോയതാണ്. ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ വല്ലാതെ നമ്മൾ തലശ്ശേരി പിടിക്കണ്ട, ധർമ്മട പിടിക്കണ്ട, കൂത്തുപറമ്പ് പിടിക്കണ്ട, തൃപ്പൂണിത്തുറ പിടിക്കാം. അത് നമ്മുടെ സീറ്റാ. നഷ്ടപ്പെട്ട അങ്ങനത്തെ സീറ്റുകൾ മാത്രം പിടിച്ചാൽ 30 പിടിക്കാം. അപ്പൊ 50. ലീഗിന് 18 എങ്ങനെ പോയാലും 27 മത്സരിക്കുന്നു. ഒരു 23, 25 പിടിച്ചാൽ 75 ആവും. പിന്നെ കേരള കോൺഗ്രസ് RSPയുടെ സീറ്റെല്ലാം കൂടെ വരുമ്പോ 80 സീറ്റിന് മേളിൽ നമുക്ക് വരും. അപ്പൊ ഒരു ഭരണം വേണമെങ്കിൽ ഓരോ സീറ്റുകൾ പിടിക്കണം. ഇന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് മുസ്ലിം ലീഗിന് 2 സീറ്റ് കിട്ടും. അവരായിരുന്നു വിട്ടു. ആ ചെക്കൻ്റെ നമ്മുടെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന രാജഗോപാലിന്റെ സീറ്റ് തൃക്കരിപ്പൂർ കിട്ടുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ സീറ്റിൽ നമ്പർ 1 പുതുമയാണ്. ഞാൻ 9,000 വോട്ടിൽ ലീഡ് ചെയ്ത മണ്ഡലമാണ് ഈ മണ്ഡലം. കാഞ്ഞങ്ങാട്ട് 1900 വോട്ടിന്റെ കുറവേ എനിക്കുള്ളൂ. അപ്പുറത്ത് 2000 വോട്ട് താഴെ കുറവുള്ളൂ. ഐകമത്യം മഹാബലം, ഒത്തുപിടിച്ചാൽ മലയിൽ പോരും. അപ്പൊ നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ മലയിൽ പോരും. വേണമെങ്കിൽ ചക്ക വേലും കഴിക്കും. നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കണം. വിചാരിച്ചാൽ നമുക്ക് നിഷ്പ്രയാസ പുതുമയിൽ MLA ആക്കി ശ്രീ ബാലകൃഷ്ണൻ പെരിയ. MLA ആയാൽ 30 സീറ്റിൽ 1 സീറ്റ് നേടിയെടുക്കില്ല. പിന്നെ അങ്ങോട്ട് ഓരോന്ന്. പിന്നെ ശരത്തില് 4 വണ്ടി പോലീസ് അവിടെ കിടക്കുക. വോട്ടെടുപ്പ് കഴിഞ്ഞ് നമ്മൾ തോറ്റെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ 4 വണ്ടി പോവും. പിന്നെ വരുന്ന വണ്ടിയിൽ ഗുണ്ടകളാ വരുന്നത്. ഗുണ്ടകൾ ഇവിടെയൊക്കെയാ കയറുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളം ഭരിക്കണോ ഇല്ലയോ? ഭരിക്കണമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ബാലകൃഷ്ണനെയാക്കി പറ്റൂ. ഭരിക്കേണ്ടതാണെങ്കിൽ ഏത് സ്ഥാനാർത്ഥി ജയിപ്പിക്കുന്നത്? നമ്മളെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് വാരിക സോദരി വാരി തകരുക സോദരി എന്നുള്ള മുദ്രാവാക്യം ഇങ്ങോട്ട് വരാൻ പറയണം. നമ്മൾ ജയിക്കാനുള്ള ബാലകൃഷ്ണൻ ജയിപ്പിക്കണം. അതിന് ഇനി 7 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്കൂൾ പ്രവർത്തനം ഇന്നോട്ട് എനിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. സ്പെഷ്യൽ ബാലറ്റ് വോട്ടെടുപ്പ് തുടങ്ങി. നമ്മുടെ അഭ്യർത്ഥന ഇതുവരെ വീട്ടിൽ കെട്ടിയിട്ടില്ല. അഭ്യർത്ഥന വായിക്കാതെ എങ്ങനെ നമുക്കൊരു വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ചെയ്യുന്നത്? സ്ഥാനാർത്ഥി ആരാ, ചിഹ്നം ഏതാ, അഭ്യർത്ഥന ഏതാ? അപ്പം 7-ാം തീയതി തെരഞ്ഞെടുപ്പ്, 6-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഭ്യർത്ഥന കൊടുക്കാൻ കാത്തിരിക്കുന്നവർ ആ തീരുമാനം ഒന്ന് മാറ്റി ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ രാവിലെ കൊടുക്കാൻ ആരംഭിച്ചത് പൂർത്തിയാക്കണം. ഞങ്ങളൊക്കെ വേദന കൊണ്ട് പറയുകയാണ്,
നമ്മുടേതായ കുഴപ്പം കൊണ്ടല്ലാതെ ഈ സീറ്റ് നമുക്ക് നഷ്ടപ്പെടത്തില്ല. നമ്മുടെ ആ കുഴപ്പത്തിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പിന്നെ 5 കൊല്ലം കാത്തിരിക്കണം, 365 ദിവസം. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരാൻ, ഒരു MLA ഉണ്ടാക്കാൻ, ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ. അപ്പൊ നമ്മൾ ആരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് ദൈവത്തിന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രീ CK പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ഇടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനസികമായ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പരസ്പര വിദ്വേഷമോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് പുറത്ത് എല്ലാം മറന്ന് കേരളം ഒരു UDF ഗവൺമെന്റ് ഭരിക്കണമെന്നുള്ള ഒറ്റ വികാരം മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബാലകൃഷ്ണനെ വിജയിപ്പിക്കാൻ നിങ്ങൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണം. കൈപ്പത്തി അടയാളം, ആ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിലേക്ക് വിജയിപ്പിക്കണം. COVID-19 രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ പോകണം. 2 മണിക്ക് സകല വോട്ടുകൾ പൂർത്തിയാക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനങ്ങളുടെ പല താണ്ഡവങ്ങളും വരാം, അത് കാത്തിരിക്കേണ്ട. അപ്പൊ ഉച്ചയ്ക്ക് മുമ്പ് നമ്മുടെ ആളുകളെല്ലാം പോളിംഗ് പൂർത്തിയാക്കണം. എന്തായാലും ഒരു ബൂത്ത് കമ്മിറ്റി, ഞാനിപ്പോ ഗീത പറഞ്ഞ ഞങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അപ്പുറത്തെ ജംഗ്ഷനിൽ വന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് പോയതാണ്. എന്തായാലും ഈ വീട് കോൺഗ്രസിന്റെ ഒരു തറവാടാണ്. കോൺഗ്രസിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തൊരു വീടാണ്. ഈ വീട്ടിൽ ഇത്രയും വലിയ ഒരു കുടുംബ സംഗമം ഒരു ബൂത്തിൽ വെച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഈ സംഘടിപ്പിക്കാൻ തയ്യാറായ നേതാക്കന്മാരെ മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു, ഇനിയുള്ള 7 ദിവസം ഫലപ്രദമായി വിനിയോഗിച്ച് ബാലകൃഷ്ണനെ വിജയിപ്പിച്ച് ഒരു UDF ഗവൺമെന്റ് കേരളം ഭരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരിക്കൽ കൂടി വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.